കരമന അഖിൽ വധക്കേസിൽ ഒരാൾ കൂടി പിടിയിൽ. വിനീത് രാജാണ് പിടിയിലായത്. അഖിലിന്റെ ദേഹത്തേക്ക് കല്ല് വലിച്ചെറിഞ്ഞത് ഇയാളായിരുന്നു. വിശദാംശങ്ങളുമായി MG പ്രതീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇയാൾ എവിടെ നിന്നാണ് പിടിയിലായത്? ഇനി ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാൾ കൂടിയല്ലേ പിടിയിലാകാനുള്ളത്? ക്രിസ്റ്റീന, കരമനയിലെ നിഷ്ഠൂരമായ കൊലപാതകത്തിലാണ് മറ്റൊരു മുഖ്യ പ്രതി കൂടി ഇപ്പോൾ പിടിയിലാകുന്നത്. ഇതിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത വിനീത് രാജാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. തിരുവനന്തപുരം ചെങ്കൽച്ചൂളയിൽ നിന്നാണ് ഈ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. പ്രതിക്ക് വേണ്ടി തമിഴ്നാട്ടിലടക്കം പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഈ രണ്ട് പ്രതികളെയായിരുന്നു പോലീസിന് പിന്നീട് ലഭിക്കാനുണ്ടായിരുന്നത്. അതിൽ ഒരു പ്രതിയായ വിനീത് രാജാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇനി സുമേഷ് എന്ന് പറയുന്ന മറ്റൊരു മുഖ്യപ്രതി, കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളെ കൂടിയാണ് പോലീസിന് ലഭിക്കാനുള്ളത്. ഈ ക്രൂരമായ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത വ്യക്തിയാണ് വിനീത് രാജ. ഒപ്പം ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിൽ ക്രൂരമായി അഖിലിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിൽ ഒരാൾ കൂടിയാണ് വിനീത് രാജ. കല്ലുകൊണ്ട് ദേഹത്ത് മർദ്ദിക്കുകയും കല്ല് ദേഹത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് നേതൃത്വം നൽകിയത് ഇപ്പോൾ പിടിയിലായ വിനീത് രാജാണ്. ഇതിൽ ഇപ്പോൾ ഇനി ഒരാളെ കൂടി പിടിയിലാകുന്നതോടുകൂടി തന്നെ മുഴുവൻ പ്രതികളെയും പോലീസിന് കണ്ടെത്താൻ കഴിയും. കേരള പോലീസിനെ സംബന്ധിച്ച ഈ വളരെ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ വളരെ പെട്ടെന്ന് തന്നെ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിർണായകമായത് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ്. ഒപ്പം ഈ പ്രതികൾ നേരത്തെയും സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ്. 2019 അനന്തു വധക്കേസിൽ ഉൾപ്പെട്ട പ്രതികളാണ് ഈ കൃത്യത്തിലും പങ്കെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ നടത്തിയ അന്വേഷണമാണ് പ്രതികളെ കണ്ടെത്താൻ ആയിട്ടുള്ളത്. ഇനി ഒരു പ്രതികളെ കൂടിയാണ് കിട്ടാനുള്ളത്. ഇതോടുകൂടി തന്നെ നിലവിൽ അറസ്റ്റിലായ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു MG പ്രതീഷ്.